ഹർഷ, വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്ന ആ പ്രമുഖ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? ശോഭാ സുരേന്ദ്രൻ എന്നാണ്. അതെ, വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ നടൻ ജി കൃഷ്ണകുമാർ ഉൾപ്പെടെ, അതുപോലെ ഒരു സമയത്ത് ആർ ശ്രീലേഖ മത്സരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും മത്സരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെതാണ്. ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് വോട്ട് സമാഹരണ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വട്ടിയൂർക്കാവും ഒരു നിർണായക മണ്ഡലമായി മാറുകയാണ്. BJP വട്ടിയൂർക്കാവ് പിടിക്കുമായിരിക്കും. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ആദ്യം ആർ ശ്രീലേഖയുടെ പേരുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ആർ ശ്രീലേഖ മത്സരിക്കുമോ ഇല്ലയോ, പിന്നീട് ആർ ശ്രീലേഖയുമായി BJP ഇടയുന്നു. അതിനുശേഷം പിന്നീട് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നമ്മൾ കേട്ടത് കെ സുരേന്ദ്രന്റെ പേരായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. പലരും വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ സ്വാഭാവികമായി വരുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവിടെയും അതൊരു ഊഹാപോഹമാകാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇത്രയും നാൾ കെ സുരേന്ദ്രനാണോ അതോ ആർ ശ്രീലേഖയാണോ, ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ കൃഷ്ണകുമാർ ആണോ അവിടെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ അവിടെയൊക്കെ ചോദ്യമായി നിൽക്കുന്നിടത്ത് നിന്നും ശോഭാ സുരേന്ദ്രന്റെ പേര് കേട്ടപ്പോൾ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ മേഘ പോലും ചോദിച്ചു, വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന മെഷീനാണ് വട്ടിയൂർക്കാവിൽ വരികയാണെങ്കിൽ വട്ടിയൂർക്കാവ് BJP കൊണ്ടുപോകുമോ എന്നുള്ളത്. ഏറെക്കുറെ അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിക്കും? വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ, അരൂരിൽ മത്സരിക്കുമോ, അതോ കായംകുളത്ത് മത്സരിക്കുമോ? ഇവിടെ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഇപ്പോഴും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അരൂരും കായംകുളവും BDJS വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രന് മത്സരിക്കണമെങ്കിൽ മറ്റൊരു A ക്ലാസ് മണ്ഡലം വേണം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വട്ടിയൂർക്കാവിലേക്ക് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് പൂർണ്ണ സ്ഥിരീകരണമുള്ളത്. ബാക്കിയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ വോട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്ര ഈസി വോക്ക് ഓവർ ആയിരുന്നില്ല. അവർക്കെല്ലാം ഒരു ശക്തമായ ഒരു മത്സരം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ കഴിയുകയും അതുപോലെ തന്നെ വിജയ സാധ്യതയും തന്നെ കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഇടങ്ങൾ പറയുമ്പോൾ വട്ടിയൂർക്കാവിൽ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ വളരെ ചുരുക്കമാണെന്ന് നമുക്ക് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2000-ലധികം ഇടങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാതെ വന്നൊരു സാഹചര്യം BJPക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിലും ചില ഈ പറയുന്ന വട്ടിയൂർക്കാവ് പോലെയുള്ള അല്ലെങ്കിൽ നേമം പോലെയുള്ള അല്ലെങ്കിൽ അത്രത്തോളം ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങളിൽ കൃത്യമായി ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ആരെ നിർത്തും എന്നുള്ള സംശയമാണ് ഇപ്പോൾ BJPക്കുള്ളത്. നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീലേഖയുടെ കാര്യം, ശ്രീലേഖയെ നമുക്ക് വട്ടിയൂർക്കാവിൽ മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീലേഖയെ പിണക്കിക്കൊണ്ട് BJP മുന്നോട്ട് പോകുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമാണോ? ഇനി വരുന്ന സമയങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഇനി ശ്രീലേഖ പങ്കെടുക്കാതെ ഈ പറയുന്ന പ്രചാരണങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അതും ക്ഷീണം ഉണ്ടാക്കും BJPക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ശ്രീലേഖയെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു ആവശ്യമായി മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ കെ സുരേന്ദ്രൻ ആണെങ്കിലും ഇവരൊക്കെ ഈ പറയുന്ന സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത് അത്രത്തോളം നിർണായകമായ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിലാണ്. കെ സുരേന്ദ്രൻ ആണെന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ വട്ടിയൂർക്കാവ് സേഫ് ആകും. പിന്നീട് കെ സുരേന്ദ്രന് മറ്റേതെങ്കിലും മണ്ഡലം എടുത്തുകൊണ്ട് അവിടേക്ക് മാറി മത്സരിക്കാനോ അല്ലെങ്കിൽ അവിടെയും വിജയം ഉറപ്പിക്കാനോ, ഏതായാലും കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു BJP നേതാവ് പറഞ്ഞതുപോലെ 10-ലധികം സീറ്റുകൾ പിടിച്ചെടുക്കണം. അതിനുവേണ്ടി എല്ലാ സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും ഫേസ് വാല്യൂ ഉള്ള കാൻഡിഡേറ്റ്സിനെയും ഈ പറയുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ നിർത്തണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് BJP ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം മോദി വന്നതോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകളിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഹർഷ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു BJP നേതാവ് 10 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് അവകാശവാദം ഉന്നയിച്ചില്ലേന്ന്. ഇതേ ചോദ്യം ഞാൻ നമ്മുടെ തിരുവനന്തപുരം മേയറായ VV രാജേഷിനോട് ഉന്നയിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, 10 സീറ്റോ ബാക്കി? ഞാൻ പറഞ്ഞു, ഇല്ല, BJP നേതാക്കൾ 10 എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, BJP നേതാക്കൾ ഒന്നും 10 എന്ന് പറയില്ല.
ഈ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിരിക്കും ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് സംഭവിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിക്കാൻ സാധിക്കില്ല നമുക്കറിയാം. ഒരു 15 വർഷത്തിനുള്ളിൽ ഇവർക്ക് ഇത് സാധിക്കും. പക്ഷേ ഈ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള വിജയം അവർ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അവരത് ഇപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ മോദി ആണെങ്കിൽ പോലും പറയുന്നുണ്ട്, ഇത്തവണ ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടുകൊണ്ട് പോയ എല്ലാരെയും പിടിച്ച് ജയിലിലിടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമാണ് ഈ പറയുന്ന വീണ്ടും 86ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 86 സ്ഥലങ്ങളിലാണ് അവർ കൃത്യമായി കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ 86 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു 40 സീറ്റെങ്കിലും അവർ 100% ഷുവറാക്കി വെച്ചിരിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ അത്രയും കൃത്യമായി അത്രയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവർ എത്രത്തോളം സീറ്റ് നേടുമോ, 10 നേടുമോ, 5 നേടുമോ, 0 ആയിരിക്കുമോ, അതോ 50 ആയിരിക്കുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കഴിയുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഇതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എത്രത്തോളം മത്സരം ഉണ്ടാകും, പിന്നെ വലിയ അട്ടിമറികൾ നടന്നില്ലെങ്കിൽ അത് തന്നെയായിരിക്കും വിലയിരുത്തൽ എന്നുള്ളതാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടത്തിന് വഴിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥികളുടെ ഇപ്പോഴുള്ള പ്രഡിക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ UDF-ന്റെയും LDF-ന്റെയും ഇത്തരത്തിലുള്ള വലിയ വലിയ ഇപ്പോൾ ശിവൻകുട്ടിയെ പോലെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന വീണ ജോർജിനെ പോലെ, പിണറായി വിജയനെ പോലെ ഇത്രയും മുതിർന്ന നേതാക്കന്മാരെ നിർത്തുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇതിനെതിരായി നിർത്തുന്നത് അത്രത്തോളം മുതിർന്ന UDF സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വിജയം ഉറപ്പാക്കാൻ സാധിച്ചില്ലെങ്കിലും വിജയിക്കുന്ന ആൾക്ക് കിട്ടുന്ന വോട്ട് ഷെയർ കുറക്കാൻ സാധിക്കുന്ന ഒരു നിലയിലായിരിക്കും BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഇവർക്ക് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി വിജയിച്ച് കയറണമെന്നുള്ള ആത്മവിശ്വാസം ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർക്കറിയാം അതൊരിക്കലും നടക്കില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ ഉദ്ദേശം ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ആ ഒരു റീച്ചിൽ നിന്ന്, അല്ലെങ്കിൽ നിൽക്കുന്ന വോട്ടിൽ നിന്നും എണ്ണം കുറയ്ക്കുക, അത് തങ്ങളിലേക്ക് സമാഹരിക്കുക. അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുറമെ PR വർക്കുകൾ UDF-നെയും LDF-നെയും പോയി വലിയ സജീവമായ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചയിലില്ലെങ്കിൽ പോലും കൃത്യമായി ഉള്ളിൽ പണി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP-യുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദി വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു അഴിച്ചുപണി യഥാർത്ഥത്തിൽ BJP-യിൽ നടന്നിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായി വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പറയും പല ചടങ്ങുകളുടെയും ഉദ്ഘാടനങ്ങൾ, അല്ലെങ്കിൽ പല പദ്ധതികളുടെയും ഉദ്ഘാടനങ്ങൾക്കാണ് അദ്ദേഹം വന്നത് എന്ന് പറയുമ്പോൾ പോലും അതിനെല്ലാത്തിനും പിന്നിൽ കൃത്യമായ പദ്ധതികളുടെ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ ആരെയൊക്കെ നിർത്തണമെന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ തീരുമാനമായിട്ടുണ്ടാകും, പുറത്തു വിട്ടിട്ടുണ്ടാകില്ല. ഒരാഴ്ചക്കകം ഇത്തരത്തിൽ ഏറ്റവും ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പുറത്തുവിടുന്ന, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നതും പ്രചാരണം ആരംഭിക്കുന്നതും BJP ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് ബാക്കിയുള്ള കോൺഗ്രസിനെയോ LDF-നെയോ അല്ലെങ്കിൽ CPM-നെയോ ഒക്കെ പോലെ ഇന്നേവരെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപടി മുകളിലായിരിക്കാം BJP-യുടെ നീക്കങ്ങൾ എന്ന് പറയുന്നത്.